ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞ് കുക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു അച്ചാറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാങ്ങ അച്ചാറായിട്ട് തോന്നുന്നുണ്ടോ? പക്ഷെ ഇത് മാങ്ങ അല്ല, നമ്മുടെ മാങ്ങ ഇഞ്ചിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്. മാങ്ങേൻ്റെയും ഇഞ്ചിൻ്റെയും കൂടിയും ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിട്ടുള്ള ഒരു അച്ചാറാണ്. മാങ്ങഞ്ചി എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുറേ മുന്നേ, അതായത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഞങ്ങളെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മാങ്ങേൻ്റെയും പിന്നെ ഇഞ്ചിൻ്റെയും കൂടി ടേസ്റ്റ് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് കേട്ടോ. ടേസ്റ്റ് അല്ല, മണം. ഇത് മണക്കുമ്പോൾ ഇഞ്ചിയും മാങ്ങയും കൂടി ഒരുമിച്ച് മണക്കുന്നൊരു ഇതിലായിരിക്കും കേട്ടോ. പക്ഷേ ടേസ്റ്റ് അങ്ങനെയല്ല, കാണാൻ ലൈക്ക് ഇഞ്ചിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇംഗ്ലീഷിൽ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഇംഗ്ലീഷ് നെയിം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് വേഗം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തൊലി കളയാനാണ് കേട്ടോ കുറച്ച് പാട്. കട്ട് ചെയ്യാൻ പിന്നെയും എളുപ്പമാണ്, തൊലി കളയാൻ കുറച്ച് പാടാണ്. കണ്ണൊക്കെ തെറിക്കും. അത് നല്ല ഒരുപാട് സംഭവമാണ്. അത് കുറച്ച് കഴിച്ച് ഫോണൊക്കെ ചെറിയ കുട്ടിയല്ല ഓരോ. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇതിന് ഇഞ്ചിൻ്റെ പോലെ ഒരു നീറ്റിലുണ്ടല്ലോ, എടുക്കല്ലേ, അതൊന്നും ഇല്ലാന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ചെറുതായിട്ടുണ്ട്, ഇഞ്ചിൻ്റെ അത്രയല്ല, പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ തൊലിയൊക്കെ കളയുമ്പോഴേ കണ്ണൊക്കെ ഇങ്ങനെ തെറിക്കണൊക്കെ ഉണ്ടല്ലോ. സംഭവം കുറച്ച് റിസ്ക്കാണ്. ഏകദേശം തീരാനായിട്ടോ. അപ്പോൾ വാങ്ങ് കൊടുക്കാനായി, 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ തൊലി നമ്മൾ കളഞ്ഞ് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അരിയാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ അരിയാൻ സമയമില്ല. ഇനിയിപ്പോൾ വാങ്ങ് കൊടുക്കാനായി നിസ്കരിക്കണം. പിന്നെ ഫേസ്ബുക്കിനെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ നാളെ എക്സാമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കുമ്പോൾ അച്ചാറുണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് വേഗം കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ കട്ട് ചെയ്താൽ മതിയല്ലോ. കട്ട് ചെയ്യാൻ പിന്നെയും സിമ്പിളാണ്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടി ഇത് അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഫൈസിക്കുട്ടിയും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും നേരം. അവരിപ്പോഴാണ് പോയത്. ഫൈസിക്കുട്ടിയും ആ കുട്ടിയും ഇപ്പോഴാണ് പോയത്. അങ്ങനെ നമ്മുടെ മാങ്ങഞ്ചിയൊക്കെ ഇതാ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അരിഞ്ഞു തന്നത് ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ രാത്രിത്തെ കറികളൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി ഒരു 10-11 മണിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു അച്ചാറ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ രാത്രി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കുറേ കാലം കേടുകൂടാണ്ടിരിക്കുന്നതാണ് കേട്ടോ പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാട്ടിയെടുക്കുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ഉണ്ടാക്കിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കയ്യിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 1-2 മിനിറ്റ് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ മാങ്ങഞ്ചിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം വേറൊരു പാൻ വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഉലുവയും പിന്നെ കടുകും കൂടിയിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് അച്ചാറത്തെ മുളക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഒന്ന് നടുവിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിന്. അപ്പം ഞാൻ പച്ചമുളക് ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ അച്ചാർ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി അച്ചാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെറിയ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മളിതാ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങാഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് സമയം എന്താ പറയുക നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒന്ന് വാട്ടിയെടുത്തുള്ളതാണല്ലോ. പിന്നെ അതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരിന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കിച്ചൺ മൊത്തം ഒരു അച്ചാറിൻ്റെ ആ ഒരു സ്മെല്ലായിരുന്നു കേട്ടോ. രാത്രിയാണ് ഇത് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കളർ നിങ്ങൾക്ക് ഒരു മഞ്ഞ പോലെ തോന്നുന്നത്. അത്യാവശ്യം നല്ല റെഡ് കളറായിരുന്നു കേട്ടോ.
പിന്നെ രാത്രി ആയതുകൊണ്ട് ആ ഒരു ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഈ ഒരു കളർ തോന്നുന്നത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വിനാഗിരിയൊക്കെ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി കിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അപ്പം ഇനി മാങ്ങഞ്ചി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.